all are fine. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ബീം ആൻഡ് ബഫലോയിലെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു. പോർഷൻ ആ ലെസൺ ഫുൾ ആയല്ലേ? നെക്സ്റ്റ് ഒരു ലെസണിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഓക്കെ, നമ്മൾ പലതരത്തിലുള്ള ഫെസ്റ്റിവൽസ് നമുക്കറിയാം അല്ലേ? നമ്മൾ ഏതൊക്കെ ഫെസ്റ്റിവൽസ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓണം, ക്രിസ്മസ്, ദീപാവലി, അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവൽസ് നമുക്കുണ്ടല്ലേ? അപ്പോൾ അതുപോലെ ഇന്നൊരു ഫെസ്റ്റിവലാണ് ടീച്ചർ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ദ ഡോൾസ് ഫെസ്റ്റിവൽ. എന്താണ് ദ ഡോൾസ് ഫെസ്റ്റിവൽ? ഇതെന്താ? ഓക്കെ, all of you take your textbook. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കൂ. പേജ് നമ്പർ 21. പേജ് നമ്പർ 21 കണ്ടോ? ദ ഡോൾസ് ഫെസ്റ്റിവൽ. ദ ഡോൾസ് ഫെസ്റ്റിവൽ, പാവകളുടെ ഉത്സവം. നോക്കൂ. Festivals are special occasions. On festival day we do things that make us happy. We pray to God, wear colorful clothes, meet relatives and friends, exchange gifts, sing, dance and eat tasty food. Everyone loves to celebrate festivals. Golu is a festival of dolls celebrated in Tamil Nadu. It is a part of the 10-day Navaratri celebrations when people worship Goddess Durga. Young girls and women arrange dolls on a large stand that looks like a flight of steps. These are usually dolls of gods, goddesses, people and animals. The doll stand always has an odd number of steps like 3, 5, 7 or 9. People invite friends and relatives to their homes to see the Golu display. Each guest gets a small bag of gifts. People sing devotional songs and play music. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചേ. എന്താണ് ഇവിടെ പറയുന്നത്? ഡോൾസ് ഫെസ്റ്റിവലിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ദ ഫെസ്റ്റിവൽസ് ആർ സ്പെഷ്യൽ ഒക്കേഷൻസ്. ഓൺ ഫെസ്റ്റിവൽ ഡേയ്സ് വി ഡു തിങ്സ് ദാറ്റ് മേക്ക് us happy. We pray to God, wear colorful clothes, meet relatives and friends, exchange gifts, sing, dance and eat tasty food. Everyone loves to celebrate festivals. അപ്പം നമുക്ക് എല്ലാവർക്കും ഫെസ്റ്റിവൽസൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? നമ്മൾ പല രീതിയിൽ അത് ആഘോഷിക്കാറുണ്ട്. കളർഫുൾ ക്ലോത്ത്സ് വാങ്ങും, റിലേറ്റീവ്സിനെയൊക്കെ കാണാൻ പോകും, അല്ലെങ്കിൽ അവരിങ്ങോട്ട് കാണാനൊക്കെ വരും അല്ലേ? അപ്പം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഫെസ്റ്റിവൽസും ഉണ്ട്, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനും അറിയാം. ഓക്കെ, ഇവിടെ നോക്കൂ. ഫെസ്റ്റിവൽസ് ആർ സ്പെഷ്യൽ ഒക്കേഷൻസ്. ഓൺ ഫെസ്റ്റിവൽ ഡേയ്സ് we do things that make us happy. We pray to God, wear colorful clothes, meet relatives and friends, exchange gifts, sing, dance and eat tasty food. Everyone loves to celebrate festival. എങ്ങനെയൊക്കെയാണ് ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നമ്മൾ കളർഫുൾ ക്ലോത്ത്സ് ഒക്കെ ഇടുന്നു, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, പിന്നെ എന്താണ്, നമ്മുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നു, അവരിങ്ങോട്ട് വീട്ടിൽ വരും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടൊക്കെ പോവാറുണ്ട്, റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ. ഗിഫ്റ്റ് എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ നമ്മൾ കൈമാറും. പിന്നെ ഡാൻസ് കളിച്ച് പാട്ടുപാടി നല്ല ഭക്ഷണം, ഈ ടേസ്റ്റി ഫുഡ്, അതായത് ഓണത്തിനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താണ് സദ്യയൊക്കെ ഒരുക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ ടേസ്റ്റി ഫുഡൊക്കെ കഴിച്ച് എവരി വൺ ലവ്സ് ടു സെലിബ്രേറ്റ് ഫെസ്റ്റിവൽ. എല്ലാവരും സെലിബ്രേറ്റ് ഫെസ്റ്റിവൽസിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് അല്ലേ? എല്ലാവർക്കും ഫെസ്റ്റിവൽസിനോട് ഭയങ്കര താല്പര്യമാണ്. ഗോലു ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ഡോൾസ് സെലിബ്രേറ്റഡ് ഇൻ തമിഴ്നാടു. ഗോലു എന്ന് പറയുന്ന ഫെസ്റ്റിവൽ പാവകളുടെ ഉത്സവമാണ് കേട്ടോ. അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അത് ആഘോഷിക്കുന്നത് എവിടെയാണ്? തമിഴ്നാടുവിലാണ് ഗോലു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. ഗോലു ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ഡോൾസ്. ഗോലു എന്ന് പറയുന്നത് എന്താണ്? പാവകളുടെ ഉത്സവമാണ്. അതെവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? തമിഴ്നാടു.
It is a part of 10-day Navaratri celebration when people worship goddess Durga. Young girls and women arrange dolls on the large stand that looks like a flight of steps. These are usually dolls of gods, goddesses, people and animals. The doll stand always has an odd number of steps like 3, 5, 7 or 9. എന്താണ് പറയുന്നത്? ഗോലു is a festival of dolls celebrated in Tamil Nadu. It is a part of 10-day Navaratri celebration when people worship goddesses Durga. നോക്കൂ, ഇറ്റ് ഇസ് പാർട്ട് ഓഫ് 10-day നവരാത്രി സെലിബ്രേഷൻ വെൻ പീപ്പിൾ വർഷിപ്പ് ഗോഡ്ഡസ് ഓഫ് ദുർഗ. എന്താണ് പറയുന്നത്? 10 ദിവസമാണ് ഈ ആഘോഷം ആളുകൾ ദുർഗാദേവിയെയാണ് ആരാധിക്കുന്നത്. യങ് ഗേൾസ് ആൻഡ് വുമൺ അറേഞ്ചിങ് ഡോൾസ് ഓൺ ദ ലാർജ് സ്റ്റാൻഡ് ദാറ്റ് ലുക്ക് ലൈക്സ് എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. എങ്ങനെയാണ്? ചെറിയ കുട്ടികളും മുതിർന്നവരൊക്കെ എന്താ ചെയ്യുന്നത്? വലിയ സ്റ്റാൻഡിൽ പാവകളെ ക്രമീകരിക്കുന്നു. വലിയ സ്റ്റാൻഡിൽ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ പാവകളെയൊക്കെ ക്രമീകരിച്ച് വയ്ക്കുന്നു. പിന്നെ എന്താ ചെയ്യുന്നത്? These are usually dolls of gods, goddesses, people and animal. പിന്നെ എന്താ പറയുന്നത്? യൂഷ്വലി ഡോൾസ് ഓഫ് ഗോഡ്സ്, ഗോഡസസ്, പീപ്പിൾ ആൻഡ് ആനിമൽ. എന്താണ് ഇത്? സാധാരണയായി ദേവന്മാരുടെയും ദേവതകളുടെയും ആളുകളുടെയും ആനിമൽസസിൻ്റെയൊക്കെ എന്താണ് പാവകളൊക്കെയാണ് ഇവർ ക്രമീകരിച്ച് വെക്കാറ് അല്ലേ? ഡോൾ സ്റ്റാൻഡ് ഓൾവേസ് ഹാസ് ആൻ ഓഡ് നമ്പർ ഓഫ് സ്റ്റെപ്പ്. എങ്ങനെയാണ് ഡോൾ സ്റ്റാൻഡ് എങ്ങനെയാണ്? ഓഡ് നമ്പർ പോലെയാണ്. ഓഡ് നമ്പേഴ്സിൻ്റെ രീതിക്കാണ് വെക്കാറ്. 3, 5, 7 or 9 ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡേഴ്സ് പോകുന്നത്. Okay, the people invite friends and relatives to their homes to see the Golu display. Each guest get a small bags of gifts. People sing devotional songs and play songs. പിന്നെ എന്താ ചെയ്യുന്നത്? ആൾക്കാർ അവർ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സ് ബന്ധുക്കളെയൊക്കെ ഇത് കാണാനായിട്ട്, ഗോലു ഡിസ്പ്ലേ കാണാനായിട്ട് വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ അവരെങ്ങനെയാണ് വരുന്നത്? എല്ലാ ഗസ്റ്റും ഇത് കാണാൻ വരുന്ന എല്ലാ ഗസ്റ്റും സ്മോൾ ബാഗ് ഓഫ് ഗിഫ്റ്റ്സ്, ചെറിയൊരു ബാഗിലെങ്കിലും ഒരു ഗിഫ്റ്റ്സ് കൊണ്ടുവരാറുണ്ട്. സമ്മാനങ്ങളൊക്കെ കൊണ്ടാണ് ഗോലു ഫെസ്റ്റിവൽ കാണാനായിട്ട് ഇവർ വരുന്നത്. പീപ്പിൾ സിങ് ഡിവോഷണൽ സോങ്സ് ആൻഡ് പ്ലേ മ്യൂസിക്. അവർ പിന്നെ എന്താ ചെയ്യുന്നത്? ഈ ഗോലു ഡിസ്പ്ലേ കണ്ടിട്ട് അവരെന്ത് ചെയ്യും? ഡിവോഷണൽ സോങ്സ് ഒക്കെ പ്ലേ ചെയ്ത് അവർ പാടാറുണ്ട്. പീപ്പിൾ സിങ് ഡിവോഷണൽ സോങ്സ് ആൻഡ് പ്ലേ മ്യൂസിക്. ഓക്കെ, ടീച്ചർ ഒന്നുകൂടി വായിച്ചു തരാം. ദ ഡോൾസ് ഫെസ്റ്റിവൽ. Festival are special occasions. On festival days we do things that make us happy. We pray to God, wear colorful dresses or clothes, meet relatives and friends, exchange gifts, sing, dance and eat tasty food. Everyone loves to celebrate festivals. Golu is a festival of dolls celebrated in Tamil Nadu. It is a part of 10-day Navaratri celebration when people worship goddess Durga. Young girls and women arrange dolls on a large stand that looks like a flight of steps. These are usually dolls of gods, goddesses, people and animals. The doll stand always has an odd number of steps like 3, 5, 7 or 9. People invite friends and relatives to their homes to see the Golu display. Each guest get small bag of gifts. People sing devotional songs and play music. അപ്പോൾ എന്താണ് ഗോലു എന്ന് പറയുന്നത്? എന്താണ് ഗോലു ഫെസ്റ്റിവൽ? എന്താണ്? ഫെസ്റ്റിവൽ ഓഫ് ഡോൾസ്, പാവകളുടെ ഉത്സവമാണ് ഗോലു. ഇതെവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? തമിഴ്നാടു അല്ലേ? ഇത് 10 days 10 ദിവസത്തെ എന്താണ്
ആഘോഷമാണ്. അവരെന്താ ചെയ്യുന്നത്? ദേവതകളുടെയും ദേവന്മാരുടെയും ആളുകളുടെയും മൃഗങ്ങളുടെയും ഒക്കെ എന്താണ് പാവകളാണ് എല്ലായ്പ്പോഴും അവർ സ്റ്റാൻഡിൽ വെച്ച് ആരാധിക്കാറ്. പിന്നെ എന്താ പറയുന്നത്, അതെങ്ങനെയാണ് ഓഡ് നമ്പേഴ്സിലാണ് അവരിങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. ലൈക്ക് 3, 5, 7, 9 ഇങ്ങനെയാണ് അവർ ഓർഡർ ക്രമീകരിക്കുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്, അവർ ഈ ഡിസ്പ്ലേ ഗോലു ഡിസ്പ്ലേ കാണാനായിട്ട് അവരുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം എന്താണ്, അവർ ചെറിയ എന്തെങ്കിലും സമ്മാനങ്ങളുമായിട്ടെങ്കിലും അവർ ഡിസ്പ്ലേ കാണാനായിട്ടെത്തും. പിന്നെ അവർ ഡിവോഷണൽ സോങ്സൊക്കെ പാടി അവരത് ആഘോഷിക്കാറുണ്ട്. ഓക്കെ, ഫെസ്റ്റിവൽ. നമ്മൾ ഇന്ന് കുറച്ച് ഹാർഡ് വേർഡ്സ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. നോക്കൂ, ഫെസ്റ്റിവൽ, സെലിബ്രേഷൻ, തമിഴ്നാടു, നവരാത്രി, ഡോൾ, ഗോലു. ഫെസ്റ്റിവൽ, FESTIVAL, ഫെസ്റ്റിവൽ, FESTIVAL, ഫെസ്റ്റിവൽ. നെക്സ്റ്റ് നോക്കിയേ, സെലിബ്രേഷൻ, CELEBRATION, സെലിബ്രേഷൻ. തമിഴ്നാടു, TAMILNADU, തമിഴ്നാടു. നോക്കൂ, നവരാത്രി, NAVARATRI, നവരാത്രി. ഡോൾ, DOLL, ഡോൾ. ഗോലു, GOLU, ഗോലു. ഫെസ്റ്റിവൽ, സെലിബ്രേഷൻ, തമിഴ്നാടു, നവരാത്രി, ഡോൾ, ഗോലു. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്സ്. എല്ലാവരും നോട്ട് ബുക്ക് എടുത്തേ. നമുക്ക് ഹാർഡ് വേർഡ്സ് നോട്ടിലോട്ട് എഴുതാം കേട്ടോ. നോക്കൂ, ഫെസ്റ്റിവൽ, സെലിബ്രേഷൻ, തമിഴ്നാടു, നവരാത്രി, ഡോൾ, ഗോലു. ഫെസ്റ്റിവൽ, FESTIVAL, ഫെസ്റ്റിവൽ. നെക്സ്റ്റ് നോക്കിയേ, സെലിബ്രേഷൻ, CELEBRATION, സെലിബ്രേഷൻ. തമിഴ്നാടു, TAMILNADU, തമിഴ്നാടു. നവരാത്രി, NAVARATRI, നവരാത്രി. നെക്സ്റ്റ് നോക്കൂ, ഡോൾ, DOLL, ഡോൾ. ഗോലു, GOLU, ഗോലു. ഫെസ്റ്റിവൽ, സെലിബ്രേഷൻ, തമിഴ്നാടു, നവരാത്രി, ഡോൾ, ഗോലു. അപ്പം എല്ലാവരും നീറ്റായിട്ട് 5 times എഴുതി ടീച്ചറിനെ നോട്ട്സ് സെൻഡ് ചെയ്യുക. ഓക്കെ, Hello, good morning children. How are you all? Fine. Today we are going to learn computer. Okay, last class we learned a lesson, Introduction to Computers. Okay, last class നമ്മൾ പഠിച്ച ലെസൺ ഏതായിരുന്നു? ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ്. അതിൽ നമ്മൾ എന്താണ് യൂസസ് പഠിച്ചു, കമ്പ്യൂട്ടറിന്റെ യൂസസ് പഠിച്ചു, പിന്നെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചു. ഏതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ പാർട്സുകൾ? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. അതിൽ ഹാർഡ്വെയറിന് എക്സാമ്പിൾ പഠിച്ചു, സോഫ്റ്റ്വെയറിന് നമ്മൾ എക്സാമ്പിൾ പഠിച്ചു. സോഫ്റ്റ്വെയറിനെ നമ്മൾ എന്താണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും പിന്നെ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും. അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിന് നമ്മൾ കുറച്ച് എക്സാമ്പിൾ പഠിച്ചായിരുന്നു. വിൻഡോസ് 7, വിൻഡോസ് 98, വിൻഡോസ് 2000 etc. So today we are going to learn a new lesson, Introduction to Windows 7. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസൺ ഏതാണ്? ഇൻട്രൊഡക്ഷൻ ടു വിൻഡോസ് 7. ഓക്കെ, നമുക്ക് ഹാർഡ്വെയർസിലേക്ക് പോവാം, അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിലേക്കും പോവാം. ലെസൺ 2, ഇൻട്രൊഡക്ഷൻ ടു വിൻഡോസ് 7. അണ്ടർസ്റ്റാൻഡ്, UNDERSTAND, അണ്ടർസ്റ്റാൻഡ്. എക്സിക്യൂട്ട്,
E-X-E-C-U-T-E. Programs. P-R-O-G-R-A-M-S. Power. P-O-W-E-R. Effective. E-F-F-E-C-T-I-V-E. Operating. O-P-E-R-A-T-I-N-G. Operating. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോയാലോ. ലെസൺ 2 ഇൻട്രൊഡക്ഷൻ ടു വിൻഡോസ് 7. ഈ ലെസണിൽ എന്താണ് നമ്മൾ വിൻഡോസ് 7നെ കുറിച്ചാണ് പഠിക്കുന്നത്. വിൻഡോസ് 7 എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ. നമ്മൾ പഠിച്ചോ അല്ലേ? കമ്പ്യൂട്ടറിന് 2 പാർട്സുകളാണുള്ളത്, ഹാർഡ്വെയർ എന്നും സോഫ്റ്റ്വെയർ എന്നും. ആ സോഫ്റ്റ്വെയറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഒരു എക്സാമ്പിൾ ആയിരുന്നു ഏത്? വിൻഡോസ് 7. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ആണ്, ഒരു ഇൻട്രൊഡക്ഷൻ ആണ് വിൻഡോസ് 7ൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, വി നോ ദാറ്റ് കമ്പ്യൂട്ടർ ഈസ് എ സ്മാർട്ട് മെഷീൻ. നമുക്കറിയാമല്ലേ കമ്പ്യൂട്ടർ ഒരു സ്മാർട്ട് മെഷീൻ ആണെന്ന് അറിയാം. എ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് വി വാണ്ട് ടു ഡു ബിക്കോസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾഡ് ഇൻ ഇറ്റ്. നമ്മൾ കമ്പ്യൂട്ടറിനോട് നമ്മൾ പറയുന്ന പ്രവൃത്തികളൊക്കെ എങ്ങനെയാണ് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത്? അതിനകത്ത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹെൽപ്സ് ദ കമ്പ്യൂട്ടർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സിക്യൂട്ട് ദ പ്രോഗ്രാംസ്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് കമ്പ്യൂട്ടർ എന്താണ്? കമ്പ്യൂട്ടർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സിക്യൂട്ട് ദ പ്രോഗ്രാം. നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമൊക്കെ കമ്പ്യൂട്ടർ മനസ്സിലാക്കുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. It also manages and controls the various parts of the computer. കമ്പ്യൂട്ടറിൻ്റെ ഇതെന്താണ്? കമ്പ്യൂട്ടറിൻ്റെ മറ്റ് പാർട്സുകളെയും ഇതെന്ത് ചെയ്യുന്നു? കൺട്രോൾസ് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു, അതുപോലെ മാനേജ് ചെയ്യുന്നു. ലുക്ക് അറ്റ് ദ പിക്ചർ ഷോൺ ബിലോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ് എന്തൊക്കെ? മൈക്രോസോഫ്റ്റ് വിൻഡോസ്, യുണിക്സ്, ലിനക്സ്. Microsoft Windows, Unix, Linux. All the above are examples of operating systems. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. Among these operating systems, Microsoft Windows is the most popular and commonly used operating system. ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ among these operating system, മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഈസ് ദ പോപ്പുലർ ആൻഡ് കോമൺലി യൂസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആണ് കോമൺ ആയിട്ട് എല്ലാവരും പോപ്പുലറും ആയിട്ടുള്ള എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പോപ്പുലറും ആണ്, അതുപോലെ എന്താണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നു, കോമൺ ആയിട്ട് എല്ലായിടത്തും യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ്. Let us discuss about Microsoft Windows 7. Microsoft Windows 7 കുറിച്ചാണ് ഇനി പറയുന്നത്. When we power on the computer, the first screen that opens up shows the name of the operating system. For example, Microsoft Windows 7. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴുണ്ടല്ലോ, പവർ ഓൺ ചെയ്യുമ്പോഴത്തേക്കും സ്ക്രീനിൽ ഒരു പിക്ചർ വരും. സ്ക്രീനിലൊരു പിക്ചർ വരും. അതാണ് എന്താണ്? മൈക്രോസോഫ്റ്റ് വിൻഡോസ് 7. ഇതാ കണ്ടോ, സ്ക്രീൻ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന ഇതാണ്. ഇതെന്താണ്? മൈക്രോസോഫ്റ്റ് വിൻഡോസ് 7. MS Windows 7 is the most effective operating system for general purpose computer system. It is used both for personal and business purposes. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. വിൻഡോസ് 7 വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതും നമുക്ക് വേഗത്തിൽ തന്നെ കമ്പ്യൂട്ടറിൽ ഓരോ വർക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് 7. ഇത് നമുക്ക് സ്വന്തമായിട്ട് മാത്രമല്ല, പേഴ്സണൽ ആവശ്യത്തിന് മാത്രമല്ല, ബിസിനസ് ആവശ്യങ്ങൾക്കും ഈ വിൻഡോസ് 7 യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് വീട്ടിലും യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഈ വിൻഡോസ് 7 യൂസ് ചെയ്യാൻ പറ്റും. ദ ഫസ്റ്റ് സ്ക്രീൻ ദാറ്റ് ഓപ്പൺസ് ഓൺ ദ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ഡെസ്ക്ടോപ്പ് സ്ക്രീൻ.
The first screen that opens on the computer is called desktop screen. നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും വരുന്ന ഈ സ്ക്രീനിന് പറയുന്ന പേരെന്താണ്? ഡെസ്ക്ടോപ്പ് സ്ക്രീൻ. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന ഈ സ്ക്രീൻ ഉണ്ടല്ലോ, ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡെസ്ക്ടോപ്പ് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്നും കൂടി റിവൈസ് ചെയ്യാം. We know that computer is a smart machine. കമ്പ്യൂട്ടർ സ്മാർട്ട് മെഷീനാണെന്ന് നമ്മൾക്കറിയാം. ഈ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് വി വാണ്ട് ടു ഡു ബിക്കോസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾഡ് ഇൻ ഇറ്റ്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളിലുള്ളത് കൊണ്ടാണ് കമ്പ്യൂട്ടർ നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങളും ഒക്കെ കമ്പ്യൂട്ടർ അനുസരിക്കുന്നത്. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹെൽപ്സ് ദ കമ്പ്യൂട്ടർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സിക്യൂട്ട് ദ പ്രോഗ്രാംസ്. എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കമ്പ്യൂട്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാൻ, പ്രോഗ്രാംസുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ കമ്പ്യൂട്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഇറ്റ് ഓൾസോ മാനേജസ് ആൻഡ് കൺട്രോൾസ് ദ വേരിയസ് പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ മറ്റ് പാർട്സുകളെയും ഇതെന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നു. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഷോൺ ബിലോ. മൈക്രോസോഫ്റ്റ് വിൻഡോസ്, യുണിക്സ്, ലിനക്സ്. ഓൾ ദ എബോവ് ദ എക്സാമ്പിൾസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ് മൈക്രോസോഫ്റ്റ് വിൻഡോസും യുണിക്സും ലിനക്സും. ഇത് കമ്പനികളുടെ പേരാണ്. Among these operating systems, Microsoft Windows is the most popular and commonly used operating system. ഈ സിസ്റ്റത്തിൽ ഈ മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്ന ഉണ്ടല്ലോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, അതാണ് പോപ്പുലറായിട്ടുള്ളതും പ്രശസ്തിയായിട്ടുള്ളതും അതുപോലെ കോമൺലി യൂസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മിക്കവാറുള്ള എല്ലാ സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഏത്? മൈക്രോസോഫ്റ്റ് വിൻഡോസ്. ലെറ്റ് us ഡിസ്കസ് അബൌട്ട് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 7. അപ്പോൾ ഇനി പറയുന്നത് ഈ മൈക്രോസോഫ്റ്റ് വിൻഡോസ് 7 കുറിച്ചാണ്. When we power on the computer, the first screen that opens up shows the name of the operating system. Example, Microsoft Windows 7. നമ്മൾ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ ഒരു സ്ക്രീൻ വരുന്നു, ഒരു സ്ക്രീൻ പ്രത്യക്ഷപ്പെടുന്നു. അതാണ് എന്താണ്? വിൻഡോസ് 7 എന്ന് ഉള്ള ഒരു സ്ക്രീൻ പ്രത്യക്ഷപ്പെടുന്നു. അതാണ് വിൻഡോസ് 7. ഇവിടെ വന്നിട്ടുണ്ട്, സ്ക്രീനുണ്ട്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് 7. MS Windows 7 is the most effective operating system for general purpose computer system. വിൻഡോസ് 7 എന്താണ്? എഫക്റ്റീവായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ സിസ്റ്റംസ്. ഇത് എഫക്റ്റീവായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇത് MS Windows 7. ഇറ്റ് ഈസ് യൂസ്ഡ് ബോത്ത് ഫോർ പേഴ്സണൽ ആൻഡ് ബിസിനസ് പർപ്പസ്. ഇത് പേഴ്സണൽ ആവശ്യത്തിനും അതുപോലെ തന്നെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടും ഈ വിൻഡോസ് 7 യൂസ് ചെയ്യുന്നു. ദ ഫസ്റ്റ് സ്ക്രീൻ ദാറ്റ് ഓപ്പൺസ് ഓൺ ദ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ഡെസ്ക്ടോപ്പ് സ്ക്രീൻ. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് വരുന്ന ഈ സ്ക്രീൻ ഉണ്ടല്ലോ, ഇതിനെന്താണ് പറയുന്നത്? ഡെസ്ക്ടോപ്പ് സ്ക്രീൻ എന്നാണ് പറയുന്നത്. Lesson 2, Introduction to Windows 7. Understand, UNDERSTAND. Execute, EXECUTE. Programs, PROGRAMS. Power, POWER. Effective, EFFECTIVE. Operating, OPERATING. Operating. ഓക്കെ, ഇതെന്താണ്? നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം, സ്പെല്ലിംഗ് എഴുതി റഫ് നോട്ടിൽ എഴുതി പഠിക്കുകയും വേണം. അപ്പോൾ എന്താ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുകയും വേണം. ഓക്കെ ചിൽഡ്രൻ. Good morning everyone. All are happy now? ഓക്കെ, നമുക്കിന്ന് മലയാളത്തിൽ പഠിക്കാനുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു കവിതയാണ്. ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് ഒരു സ്റ്റോറിയാണ്. സ്റ്റോറിയുടെ പേര് ബുദ്ധിയുള്ള പെണ്ണാട് എന്നാണ് കേട്ടോ. പാഠത്തിൻ്റെ പേര് ബുദ്ധിയുള്ള പെണ്ണാട്. ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ
ഒരു കുറുക്കനും കുറുക്കച്ചിയും കുറച്ച് ആടുകൾ താമസിച്ചിരുന്നു. അപ്പോൾ ആ കുറുക്കൻ സൂത്രം ഉപയോഗിച്ച് ഈ ആടുകളെ ഓരോന്നിനെയായിട്ട് ഭക്ഷിക്കുന്നു, കഴിക്കുന്നു. അതിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് റീഡ് ചെയ്ത് നമുക്കത് മനസ്സിലാക്കാം കുറേ കൂടെ. ഓക്കെ ചിൽഡ്രൻ. Children, all are take your text and look here. പാഠം 3. ബുദ്ധിയുള്ള പെണ്ണാട്. ഉച്ചസമയം. മഞ്ഞിൻ്റെ ചോട്ടിലിരുന്ന് വായിച്ച പുസ്തകങ്ങളെപ്പറ്റി പറയുകയായിരുന്നു രോഹൻ വായിച്ച കഥകൾ പറയുന്നത് കേട്ട് കേട്ട് ഇപ്പോൾ ദീപവും നല്ല വായനക്കാരനായി. നല്ല കൂട്ടുകാരെ കിട്ടിയാൽ അതാണ് ഗുണം. അവർ പഞ്ചതന്ത്രവും ജാതക കഥകളും വിശ്വപ്രസിദ്ധ ബാലകഥകളും ഒക്കെ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. വായിച്ചാൽ നല്ല അറിവുണ്ടാകും, നല്ല ബുദ്ധിയും. നീ വായിച്ചോ ബുദ്ധിയുള്ള പെണ്ണാടിൻ്റെ കഥ? രോഹൻ ചോദിച്ചു. ഇല്ല ദീപു പറഞ്ഞു. അന്ന് രോഹൻ ദീപുവിന് ആ കഥ പറഞ്ഞു കൊടുത്തു. ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള ഒരു കാട്ടിൽ ഒരു കുറുക്കനും കുറുക്കച്ചിയും കുറേ ആടുകളും താമസിച്ചിരുന്നു. കുറുക്കൻ ഓരോ സൂത്രം ഉപയോഗിച്ച് ആടുകളെ ഓരോന്നിനെയായി കൊന്നു തിന്നു. അവസാനം ഒരു പെണ്ണാട് മാത്രം അവശേഷിച്ചു. അതിനെ പിടിക്കാൻ കുറുക്കൻ പലതവണ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവസാനം അവർ പെണ്ണാടിനെ കുടുക്കാൻ ഒരു സൂത്രം കണ്ടെത്തി. അന്നു മുതൽ കുറുക്കച്ചി പെണ്ണാടിനെ കാണുമ്പോൾ സൗഹൃദം ഭാവിച്ചു തുടങ്ങി. പതിയെ അവർ നല്ല ചങ്ങാതിമാരായി മാറി. കുറുക്കനും കുറുക്കച്ചിയും അവർ കണ്ടെത്തിയ സൂത്രം നടപ്പിലാക്കാൻ ഒരുങ്ങി. കുറുക്കൻ ചത്തതുപോലെ കിടന്നു. കുറുക്കച്ചി നിലവിളിച്ചുകൊണ്ട് ആടിൻ്റെ അടുത്തെത്തി കരഞ്ഞുകൊണ്ട് വിവരം പറഞ്ഞു. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എനിക്കിനി ആരുമില്ല. അത് കേട്ടപ്പോൾ പെണ്ണാട് പറഞ്ഞു, കരയാതിരിക്കൂ ചങ്ങാതി, കരഞ്ഞതുകൊണ്ട് ചത്തുപോയവർ മടങ്ങി വരുമോ? അപ്പോൾ കുറുക്കച്ചി പറഞ്ഞു, നീ എന്നോടൊപ്പം വരൂ, എൻ്റെ കൂടെ വരാൻ വേറെ ആരുമില്ല. അത് കേട്ട പെണ്ണാടിന് പേടിയായി. അവൾ പറഞ്ഞു, ചങ്ങാതി, നിൻ്റെ ഭർത്താവ് എൻ്റെ കൂട്ടുകാരെയെല്ലാം കൊന്നു തിന്നവനാണ്. ചത്തു കിടക്കുകയാണെങ്കിലും അവൻ്റെ അടുത്ത് വരാൻ എനിക്ക് പേടിയാണ്. ചത്തു കിടക്കുന്നവരെ എന്തിനാണ് പേടിക്കുന്നത്? നീയല്ലാതെ ആരുണ്ട് എൻ്റെ കൂടെ വരാൻ? ആട് ഒഴിഞ്ഞുമാറാൻ നോക്കിയെങ്കിലും കുറുക്കച്ചി പിന്നെയും നിർബന്ധിച്ചു. അപ്പോൾ ആട് വിചാരിച്ചു, അവൻ ചത്തത് തന്നെ ആയിരിക്കും. എന്നാലും എങ്ങനെ വിശ്വസിക്കും? എന്തായാലും വളരെ ശ്രദ്ധിച്ച് അവിടെ വരെ ഒന്ന് പോകാം. എല്ലാവരും ശ്രദ്ധിച്ച് ഇത്രയും വായിക്കണം കേട്ടോ. ഇന്നിപ്പോൾ ഇത്രയും വായിക്കുക. ഇത്രയും ടീച്ചർ പറഞ്ഞ് മനസ്സിലാക്കി തരാം. വായിച്ചല്ലോ, കഥ കേട്ടല്ലോ, ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാവുന്ന നല്ല സ്റ്റോറിയാട്ടോ ഇത്. ഓക്കെ, all are take your notebook, write today's date and day. ബുദ്ധിയുള്ള പെണ്ണാട്. പാഠം 3 ബുദ്ധിയുള്ള പെണ്ണാട്. അർത്ഥം എഴുതുക. നമ്മൾ ഈ പഠിച്ചതിൽ നിന്നുമുള്ള ഹാർഡ് വേർഡ്സ്, അതിൻ്റെ ഹാർഡ് വേർഡ്സ് വലുതായിട്ടില്ല കേട്ടോ. ഹാർഡ് വേർഡ്സ് വായിച്ച സ്റ്റോറിയിൽ അങ്ങനെ ഇല്ല. അപ്പോൾ ആ ഹാർഡ് വേർഡ്സുമായിട്ട് തന്നെ അർത്ഥമുണ്ട്. അർത്ഥം എഴുതുക എന്നുള്ളതിൽ ഹാർഡ് വേർഡ്സ് ഉണ്ട്. ചങ്ങാതി, ശകാരിച്ചു, അവശേഷിച്ചു, സൂത്രം. അതാണ് പ്രത്യേകിച്ച് ഹാർഡ് വേർഡ്സ് ടീച്ചർ തരാത്ത കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചാൽ മതി. ഇത് എഴുതുക നീറ്റായിട്ട് 2 ലൈൻ ടച്ച് ചെയ്ത് എഴുതണം. അതിൻ്റെ മീനിങ് പഠിക്കുക കേട്ടോ. സൂത്രം, ഉപായം, അവശേഷിച്ചു, മിച്ചം വന്നു, ചങ്ങാതി, കൂട്ടുകാരൻ, ശകാരിച്ചു, വഴക്കു പറഞ്ഞു. സൂത്രം, ഉപായം, അവശേഷിച്ചു, മിച്ചം വന്നു, ചങ്ങാതി, കൂട്ടുകാരൻ, ശകാരിച്ചു, വഴക്കു പറഞ്ഞു. എല്ലാവരും നീറ്റായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ. Good morning, my dear children. How are you all? All of you are fine? Okay. ടീച്ചർ പറഞ്ഞു once in a week ടീച്ചർ വരും, കേഴ്സി റൈറ്റിംഗ് പഠിപ്പിക്കാൻ വരുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ 4 ലെറ്റേഴ്സ് എഴുതിയിരുന്നു. അത് മിക്കവാറും പേര് എഴുതിയെല്ലാം എക്സലൻ്റ് ആയിരുന്നു. നല്ല ഭംഗിയായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ടായിരുന്നു. ടീച്ചറിന് ഒരു കറക്ഷനും ഒന്നും ഇല്ലായിരുന്നു, ഒന്നും ചെയ്യാനൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ട്. എല്ലാവരും നല്ല കുട്ടികളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത 4 ലെറ്റേഴ്സിൽ നിന്ന് നോക്കാം. അതിന് മുന്നേ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചൊന്നുകൂടെ നോക്കാം. നമുക്ക് ടീച്ചർ ഫസ്റ്റ് ഡേ ABCD ഇതെങ്ങനെയാണ് കളക്ട് ചെയ്തത് എന്ന് ടീച്ചർ കാണിച്ചു. ഇന്ന് നോക്കൂ, EFGH ഈ 4 ലെറ്റേഴ്സ് ഇത്
ഇതിൽ കേഴ്സീവ് ലെറ്റേഴ്സിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഈ എഫ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് എല്ലാം ഈസിയാണ്. അപ്പോൾ ഇന്ന് ടീച്ചർ ഈ 4 ലെറ്റേഴ്സ് എഴുതി ഇതൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മൾ ആദ്യം പഠിച്ച ആ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് വേണ്ടി ടീച്ചർ ഒന്നുകൂടെ എ മുതൽ ഡി വരെ ഒന്ന് പറഞ്ഞു. ഞാൻ നോക്കി ടീച്ചർ ആദ്യത്തെ 4 ലെറ്റേഴ്സ് ഒന്ന് കാണിച്ചു തരാം ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടിയിട്ട്. ഞാൻ നോക്കൂ, കണ്ടോ? എ, നെക്സ്റ്റ് ബി, സി. സിന്റെ ഒക്കെ LKG പഠിച്ച ആ മെത്തേഡ് തന്നെയാണ് കേട്ടോ. അടുത്ത നോക്കൂ ഡി. ഇനി ഈ 4 ലെറ്റേഴ്സ് കണക്ട് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ഈസി കാണിച്ചു തരാം. എ, ബി, സി, ഡി. ഇനി നമുക്ക് ഇന്ന് നമ്മൾ EFGH ആണ് എഴുതാൻ പോകുന്നത്. ഈ എല്ലാം ഈസിയാണ്. ഇതൊക്കെ കഴിഞ്ഞാൽ എഫ് മാത്രമേ ഉള്ളൂ. ഈ എഫ് 4 ലൈൻ എഴുതുമ്പോൾ ആ 4 ലൈൻ ടച്ച് ചെയ്തിട്ടാണ്. ബാക്കിയെല്ലാം നോക്കൂ, കണ്ടോ? ഇതാണെങ്കിൽ ഹാങ്ങിങ്, താഴത്തെ ഹാങ്ങിങ് ലെറ്റർ, താഴത്തെ 3 ലൈൻ. ഇതാണെങ്കിൽ മുകളിലെത്തത്, ഇത് നടുക്കത്തെ 2 ലൈൻ. ഇതിൽ എഫ് ആണെങ്കിൽ ആ 4 ലൈൻ ടച്ച് ചെയ്തിട്ടാണ് എഴുതും. ഇതൊന്ന് കാണിച്ചത് ഈ എങ്ങനെ എഴുതും നോക്കൂ. എഫ് ഇച്ചിരി ബുദ്ധിമുട്ട് എന്നാൽ നിങ്ങൾ പഠിച്ചാണല്ലേ. എഫ് ഗോ അപ്പ്, കം ഡൗൺ, അഗൈൻ ഗോ അപ്പ്. എഫ്. അടുത്ത നോക്കൂ ജി. എ ഡിയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. സി പോലെ എഴുതിയിട്ട് എ ആയി, കം ഡൗൺ, ഗോ ഇൻസൈഡ്. കണ്ടോ? എച്ച് എങ്ങനെ നോക്കൂ, H. അടുത്ത നമ്മൾ ഈ 4 ലെറ്റേഴ്സ് കണക്ട് ചെയ്ത് നോക്കാം. F, G, H. ഇതിന് നോക്കൂ, ഈ എഫ് മാത്രം നമ്മൾ 4 ലൈൻ എഴുതുമ്പോഴത്തേക്കും കണ്ടോ ആ 4 ലൈൻ ടച്ച് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ എഴുതാത്ത ആൾക്കാർ കുറച്ച് പേരുണ്ട് കേട്ടോ. അവരും കൂടെ എഴുതാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വീണ്ടും എ മുതൽ നിന്ന് തുടങ്ങിയത്. ABCD എഴുതി കണക്ട് ചെയ്ത് എഴുതി. അടുത്ത EFGH അത് കണക്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിന്ന് നോട്ട്സിൽ എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. ഇന്ന് ടീച്ചർ ഈ 4 ലൈൻ ബുക്കിൽ നിന്ന് എഴുതുന്ന ടീച്ചർ ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ നോട്ടിൽ കാണിച്ചു തന്നില്ല. എന്താ നോക്കൂ, എ ഉണ്ടോ, എ, B, C, D. ഇനി അത് കണക്ട് ചെയ്ത് നോക്കൂ. A, B, C, D. ഇതുപോലെ തന്നെയാണ് എഴുതിയവരെല്ലാവരും. ഇതിനേക്കാൾ ഭംഗിയായിട്ടാണ് ടീച്ചറിൻ്റെ നോട്ടിൽ എഴുതി തന്നത്. എഴുതാത്തവർക്കായിട്ട് ടീച്ചർ ഒന്നുകൂടെ എഴുതിയാണ്. ഇനി അടുത്തത് ഇന്നത്തെ പഠിച്ച ലെറ്റേഴ്സ് നോക്കാം. ഇതാ നോക്കൂ, ഇന്ന് നമ്മൾ പഠിച്ച പഠിച്ചതെന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങളെല്ലാവരും പഠിച്ചാണ് കേട്ടോ. എഫ് മാത്രം കണ്ടോ, ഇവിടുന്ന് ആ 4 ലൈനും ടച്ച് ചെയ്തിട്ടാണ് എഴുതുന്നത്. എഫ്, ജി, എച്ച്. ഇനി കണക്ട് ചെയ്ത് എഴുതി നോക്കൂ. ഇ, എഫ്, ജി, എച്ച്. ഇതെല്ലാവരും ഇതുപോലെ എഴുതുക. ടീച്ചർ എഴുതുന്നതിനേക്കാളും ഭംഗിയായിട്ടാണ്. ടീച്ചർ തമാശ പറഞ്ഞതല്ല, എല്ലാവരും എഴുതി വെച്ച് എല്ലാവരും നല്ല ഭംഗിയായിട്ടാണ് എഴുതിയത്. ഇനി അതുപോലെ ചെയ്യുക. ഇത് കേഴ്സീവ് റൈറ്റിംഗ് എഴുതാത്തവരൊന്നുകൂടെ ടീച്ചർ അതുകൊണ്ടാണ് ഏറ്റവും തുടങ്ങിയത്. ഒന്നുകൂടെ എഴുതാത്തവരെല്ലാവരും എഴുതാം. ഓക്കെ.